ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അനുഗ്രഹത്തിൻ്റെ പുതിയൊരു ദിവസത്തേക്ക് മിഴി തുറന്നണിയാൻ അവിടുന്ന് നൽകിയ കാരുണ്യത്തെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കട്ടെ. ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നും ഞങ്ങൾക്ക് ഉത്തരമരുളുന്നവനാണെന്നും വാക്കുമാറാത്തവനാണെന്നും അറിയുന്നു നാഥ. എന്നിട്ടും ഞങ്ങളുടെ ചില അധ്വാനങ്ങളിൽ, പരിശ്രമങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നേരിടേണ്ടി വരുന്നു. ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ച ശേഷം ആലോചന ചോദിച്ചു തുടങ്ങിയ പല കാര്യങ്ങളിൽ പോലും വളരെയധികം മാർഗതടസ്സങ്ങളുണ്ടായി. ഓരോന്നും ഓർത്ത് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് നാഥ. അങ്ങെല്ലാം അറിയുന്നവനാണല്ലോ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ അങ്ങയുടെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള ഞങ്ങളുടെ ദുരിതാവസ്ഥകളുടെ മേൽ അവിടുത്തെ രക്ഷയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ശരീരത്തിനും മനസ്സിനും മുറിവേറ്റ് പലതരത്തിൽ തകർന്ന മനസ്സുമായി ജീവിക്കുന്ന മക്കളാണ് തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരും. പല സമയങ്ങളിലും ഒരു പ്രാർത്ഥന പോലും മനസ്സിൽ വരാത്ത വിധത്തിൽ നിൻ്റെ മുൻപിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട്, മിഴികൾ നിറഞ്ഞൊഴുകാറുണ്ട്. നീ മാത്രം അതറിയുന്നു, നീ മാത്രം അത് കാണുന്നു. ഈശോയെ, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഒരു മുൾച്ചെടിയിലേക്ക് അഗ്നി അയച്ച് മോശയെ വിളിച്ച ദൈവമേ, മുറിവേൽപ്പിക്കുന്ന എൻ്റെ സ്വഭാവത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവായ അഗ്നി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ വൈദ്യനായ എൻ്റെ ഈശോയെ, എൻ്റെ മുറിവുകളെ നിൻ്റെ മുറിവ് പോലെ തിരുമുറിവായി മാറ്റണമേ. ഞാൻ കടന്നു പോകുന്ന ഈ വേദനയുടെ നിമിഷങ്ങളെ, എൻ്റെ രോഗങ്ങളെ, എൻ്റെ തകർച്ചകളെ, എൻ്റെ സഹനങ്ങളെ, മനസ്സിനേറ്റ ഓരോ മുറിവുകളെയും കർത്താവേ അങ്ങ് അഭിഷേകമായി മാറ്റണമേ. അനേകർക്ക് എൻ്റെ ഈ സഹനം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുന്ന ഈശോ, കുരിശിൻ ചുവട്ടിലെ എൻ്റെ പരിശുദ്ധ അമ്മേ, മുറിവേൽപ്പിച്ചവരിലേക്ക് നോക്കാതെ മുറിവേറ്റ ക്രിസ്തുവിലേക്ക് നോക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നമ്മെ വേദനിപ്പിച്ചവരെ, നമുക്ക് മുറിവുകൾ സമ്മാനിച്ചവരെ, നമ്മൾ മൂലം വേദനിക്കാൻ ഇടയായവരെ എല്ലാം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം. ആ തിരുക്കുരിശിൽ നിന്നും ഒഴുകുന്ന തിരുച്ചോരത്തുള്ളിയാൽ ഈശോ നിൻ്റെ മക്കളെ നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞേ, നിൻ്റെ സഹനങ്ങളൊന്നും ഒരിക്കലും വെറുതെയാകില്ല. ഇന്ന് രോഗത്തെ ഓർത്ത് നീ ഇന്നൊരുപാട് രോഗപീഠകൾ ഓർത്ത് നീ ഇന്ന് സഹിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ? വിഷമിക്കേണ്ട, ഈശോ എല്ലാം കണ്ടിട്ടുണ്ട്. അവനെല്ലാം വലിയ അനുഗ്രഹവും കൃപയുമാക്കി നിനക്ക് തിരിച്ചു നൽകും. ഒരു കണ്ണീരും ഒരു പ്രാർത്ഥന പോലും വെറുതെയാകില്ല. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോഴും ഉള്ളുനീറിയപ്പോഴും ആരും അത് കണ്ടില്ലെങ്കിലും ഈശോ അത് കണ്ടിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ വേദനകളെ, സഹനങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞാൻ സഹിച്ചതിനൊന്നും ഒരതിരില്ല യേശുവേ, ഞാൻ ഒഴുക്കിയ മിഴിനീരിനളവില്ല ദൈവമേ. ഞാൻ സഹിച്ചതിനൊന്നും ഒരതിരില്ല യേശുവേ, ഞാൻ ഒഴുക്കിയ മിഴിനീരിനളവില്ല ദൈവമേ. അങ്ങേ കാണുവോളം ഞാനാകെ നിരാശനായിരുന്നു. ക്രൂശിൽ നോക്കുവോളം ഞാൻ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു.
അഭയം നീയേ നാഥ, കനിവും നീയേ നാഥ, അഭയം നീയേ നാഥ, കനിവും നീയേ നാഥ. ഞാൻ സഹിച്ചതിനൊന്നും ഒരതിരില്ല യേശുവേ, ഞാൻ ഒഴുക്കിയ മിഴിനീരിനളവില്ല ദൈവമേ. നമ്മുടെ പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള നിയോഗ പ്രാർത്ഥനയുടെ 5-ാം ദിവസമാണിത്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ 3 നിയോഗം ഒരു നിമിഷം നമുക്ക് മൗനമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന 9 തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹം നമുക്ക് സമർപ്പിക്കാം. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.